ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് രണ്ട് തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ തയ്യാറാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം ദിവസം സൂക്ഷിച്ച് വെക്കാനും പറ്റും. അതുപോലെ ഒരുപാട് എണ്ണയോ ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല, വിനാഗിരി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് മാങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതാണ് അച്ചാറിടുന്നത്. അപ്പോൾ ഇത് തൊലിയൊന്നും കളയാണ്ട് മാങ്ങ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങ കണക്കാക്കിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂൺ, അതായത് ഒരു 1/2 ടീസ്പൂണേ ഉള്ളൂ ഉലുവ പൊടിച്ചതാണ്. പിന്നെ കായത്തിൻ്റെ പൊടി, അത് ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മാങ്ങ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് മാങ്ങയും കൂടി ഇട്ടിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാങ്ങാച്ചാറ് റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് മടി പിടിച്ചിട്ടിരിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ മാങ്ങയുടെ തൊലിയൊന്നും ചെത്തണ്ട. മാങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക. നമുക്ക് വേണ്ടത് 2 നാരങ്ങയാണ്. അതും നന്നായിട്ട് കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കുക. പിന്നെ ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള പച്ചമുളകാണ്. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കായം 1 ടീസ്പൂൺ, കടുക് പരിപ്പ് 1 ടീസ്പൂൺ. കടുകിൻ്റെ പരിപ്പാണ്, അത് നമ്മളൊന്ന് ചതച്ചെടുക്കുക. ഇത് കടുകും ഉലുവയും കൂടെ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പം ഞാനിത് നേരത്തെ അച്ചാറിന് വേണ്ടി പൊടിച്ചെടുത്ത് വെച്ചതാണ്. ഇതും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ അച്ചാറിന്. അപ്പോൾ ഈ മാങ്ങയും നാരങ്ങയൊക്കെ ഒന്ന് മുറിച്ച കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പം നമ്മളിത് മാങ്ങ ഈ ഒരു വലുപ്പത്തിന് തൊലിയൊന്നും കളയാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങയുടെ കുരുവും ഞാൻ കളഞ്ഞു. ഇതിൻ്റെ ഇവിടെയുള്ള ഒരു വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അതൊന്ന് ചെത്തി കളഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ കയ്പൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ, ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇതാ മുളക് പൊടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നാരങ്ങ ഇട്ട് കൊടുക്കാം, ഇഞ്ചി, പച്ചമുളക്. ഇനി നമുക്ക് ഇതിലേക്ക് കായത്തിൻ്റെ പൊടി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കടുക് പരിപ്പ്. കടുക് വറുത്തതും ഉലുവ വറുത്തതും ഒരേ അളവിലാണ്. അത് രണ്ടും കൂടെ 1 ടീസ്പൂൺ. കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചധികം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നല്ലെണ്ണ, 1 ടീസ്പൂൺ മതി. വെളുത്തുള്ളി നമ്മളിതിലേക്ക് ചേർക്കില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, മിക്സ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ. ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ല ഒരു ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ 2 തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.